നിങ്ങൾക്ക് ഇന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോ പാർട്ട്ണർക്കോ അർജന്റ് ആയിട്ടൊരു മെസ്സേജ് അയക്കണോ? ഒരുപാട് സമയം എടുത്തിട്ടും ആ മെസ്സേജ് സീനാക്കാത്തത് നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യവും സങ്കടവും ഒക്കെ ഫീൽ ചെയ്യണം. അവരെന്താ മെസ്സേജ് സീനാക്കാത്തത്? എങ്ങനെ മനഃപൂർവ്വം ഒഴിവാക്കാണോ? അവർക്ക് എന്തെങ്കിലും താല്പര്യമില്ലേ? അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമല്ല? പിന്നീട് അത് വിളിക്കുമ്പോഴാണ് അവരെന്തോ ഒരു ഹോസ്പിറ്റൽ എമർജൻസി കാരനാണ് നമ്മൾ മെസ്സേജ് സീനാക്കാതിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, നമ്മളുടെ എല്ലാ ചിന്തകളും റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. റിസർച്ച് പ്രകാരം നമ്മളുടെ ചിന്തകളിൽ തന്നെ 70 തൊട്ട് 80% ചിന്തകളും നെഗറ്റീവ് ആണെന്നാണ് കാണിക്കുന്നത്. അതിൽ തന്നെ 80 തൊട്ട് 90% ചിന്തകളും വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുണ്ടാവുന്ന തിങ്കിങ് ട്രാപ്സ് ആണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില തിങ്കിങ് ട്രാപ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന്, ഓൾ ഓർ നത്തിങ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ചെയ്യണ്ട. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിചാരിക്കും. ഒന്നാമത്തെ ദിവസം നമ്മൾ ഡയറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, രണ്ടാമത്തെ ദിവസം ചെയ്തിട്ടുണ്ടാവും. പോകെ പോകെ ഒരു 4-5 ദിവസം ചെയ്തിട്ട് 6ാമത്തെ ദിവസം എന്തെങ്കിലും ഒരു എമർജൻസി കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ നമ്മൾ ചിന്തിക്കും നന്ദി ചെയ്തിട്ട് കാര്യമില്ല. നോക്കൂ, അവിടെ നമുക്കൊരു മിഡിൽ ഗ്രൗണ്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ ഡയറ്റ് എടുക്കാതെ 3ാമത്തെ ദിവസം എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ? പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് ഉണ്ടാവില്ല. 2, ഡിസ്ക്വാളിഫൈ ദ പോസിറ്റീവ്സ്. നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂനോ എക്സാമിനോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫുഡ് എടുത്തിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മുടെ ചിന്ത എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് ട്രാക്ക് ചെയ്യണം എന്നായിരിക്കും. ഇനി എക്സാം എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് റാങ്ക് വരെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, എന്താ എക്സാം കുറച്ചും കൂടെ ഈസി ആയിരുന്നു, കഴിഞ്ഞ വർഷത്തെ എക്സാം ഇപ്പൊ നോക്കി നോക്കുമോ അതിനേക്കാളും വളരെ ഈസി ആയിരുന്നു ഈ എക്സാം തന്നെ, കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ നമ്മൾ നടന്ന് ന്യായീകരിക്കാൻ തുടങ്ങും. അപ്പൊ ഇതിനെയാണ് ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്സ് എന്ന് പറയാ. അതുവരെ നമ്മൾ എടുത്തിരുന്ന ഫോട്ടോ നമ്മുടെ പോസിറ്റീവ് സൈഡോ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് മറ്റൊരു തിങ്കിങ് ട്രാപ്പാണ്. 3, മൈൻഡ് റീഡിങ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാപ്പാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് സോഫയിലിരിക്കുന്നു. വൈഫ് ആ സമയത്ത് അങ്ങോട്ടിങ്ങോട്ട് നടക്കുന്നിട്ട് ഹസ്ബൻഡ് കാണാണ്ട്, പക്ഷെ ഹസ്ബൻഡ് എന്തോ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കുകയാണ് ചെയ്യാൻ. കുറച്ച് കഴിഞ്ഞ് എന്ന് വെച്ചാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വൈഫ് ഹസ്ബൻഡിനോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ല. ഹസ്ബൻഡ് ആ സമയത്ത് ഞെട്ടിപ്പോവാണ്, ഇതിപ്പോ എത്ര സംഭവം ഒന്നും മനസ്സിലാവാനില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഹസ്ബൻഡ് അവിടെ പോയി ചോദിക്കുന്നു എന്താ ഇഷ്യൂ, പക്ഷെ വൈഫ് കൃത്യമായിട്ടൊന്നും കൊടുക്കണില്ല, വൈഫ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കാൻ? ഹസ്ബൻഡിന്റെ മനസ്സിൽ എന്താണെന്ന് വൈഫ് റീഡ് ചെയ്യാണ് ചെയ്യണേ അല്ലേ? ഇതുപോലെ എക്സ്പീരിയൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെറ്റ് ഉണ്ടാവുമായിരിക്കും. എന്ന് വെച്ചാൽ അപ്പുറത്തെ ആളുടെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനെയാണ് മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത്. ഇത് വേറൊരു തിങ്കിങ് ട്രാപ്പാണ്. ഇതുപോലെയുള്ള പല തിങ്കിങ് ട്രാപ്സും ഇനിയും ഉണ്ട്. ഈ പറഞ്ഞതിൽ പലതും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല എക്സാമ്പിൾസും ആയിരിക്കും. ഇത് എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ, അതെന്താ? നോക്കൂ, ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ടെൻഡൻസിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലോഷർ വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലിരിക്കണം, പുറത്ത് വലിയ ബഹളവും പൊട്ടിത്തെറിയും കേൾക്കണോ, പക്ഷെ നിങ്ങൾക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാറില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? പകരം കൃത്യമായിട്ട് അവിടെ എന്താ നടക്കണേ എന്നറിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മളുടെ ബ്രെയിനും ഇത് ആവശ്യമാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും കറക്റ്റ് ആയിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ബ്രെയിൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഫ്രണ്ടിനെ കാണുന്നു, ഫ്രണ്ട് മിണ്ടാതെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളുടെ ബ്രെയിൻ അപ്പൊ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങും, നമുക്ക് ആൾക്ക് എന്താ ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇണ്ടാതെ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ബ്രെയിൻ കൊടുക്കുന്ന പല ഇന്റർപ്രിറ്റേഷൻസും നെഗറ്റീവ് തിങ്കിങ്ങിലാണ് അവസാനിക്കാറുള്ളത്. നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത്? പലപ്പോഴും പല ആളുകളും ചിന്തകളെ ഡിസ്ട്രാക്ട് ചെയ്തിട്ടോ, എന്ന് വെച്ചാൽ ഇപ്പോ ഫോൺ സ്ക്രോൾ ചെയ്തോ, പുറത്തേക്ക് പോയിട്ടോ, സിനിമ കണ്ടിട്ടോ, അവോയ്ഡ് ചെയ്തിട്ടോ ഒക്കെയാണ് ഡീൽ ചെയ്യാറുള്ളത്. അങ്ങനെയാണോ ശരിക്കും ഡീൽ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പാടെ ഒരു വലിയ കല്ല് നിങ്ങളുടെ വഴിയെ തടസ്സപ്പെടുത്തിയോടെ നടക്കുന്നുണ്ട്. 1ാമത്തെ ദിവസം നമ്മൾ ആ കല്ലിന് തട്ടാതെ ചാടിക്കടന്നു പോകണം, 2ാമത്തെ ദിവസം തന്നെ ചെയ്യണം, 3ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണോ ഇതിലുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം? അല്ലല്ലോ. നോക്കൂ, നമ്മുടെ ചിന്തകളെ നമ്മൾ ഡീൽ ചെയ്യുന്നതും ഏകദേശം എങ്ങനെയാണ്? മിക്കവാറും ഡിസ്ട്രാക്ട് ചെയ്തിട്ടോ അവോയ്ഡ് ചെയ്തിട്ടോ നമ്മള് ചിന്തകളെ ഡീൽ ചെയ്യുന്നത് ഈ കല്ല് ചാടിക്കിടക്കുന്ന പോലെയാണ്. അപ്പൊ ശരിക്കും എന്താണ് ഇതിനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി? നമ്മള് നെഗറ്റീവ് ചിന്തകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വഴിയാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. നമ്മളുടെ ചിന്തകളിലെ ഇല്ലോജിക്കൽ ആയതും ഹാർംഫുൾ ആയതും പ്രൂഫ് ഇല്ലാത്തതുമായ ചിന്തകളെ ചലഞ്ച് ചെയ്യാനുള്ള വഴിയെയാണ് നമ്മൾ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്.
വളരെ ചുരുക്കത്തിൽ നമ്മളുടെ ഈ 4 ചോദ്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ചിന്തകളെ പരിശോധിക്കാം. 1. ശരിക്കും ഇതെന്റെ ചിന്തയാണോ അതോ യാഥാർത്ഥ്യമാണോ? 2. ഇത് ശരിയാണെന്ന് കാണിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? ഇത് തെറ്റാണെന്ന് കാണിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? 3. ഇത് ശരിക്കും ലോജിക്കൽ ആയിട്ടുള്ള ചിന്തയാണോ അതോ ഇല്ലോജിക്കലാണോ? 4. ഈ ചിന്തകൾ എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ശരിക്കും ഇതിനെ ഹെൽപ്പ് ചെയ്യാണോ അതോ ഹാം ചെയ്യാണോ? ഇപ്പോ ശരിക്കും ആർക്കും എന്നെ വേണ്ട എന്നാണ് നമ്മളുടെ ചിന്തയെങ്കിൽ നമ്മൾ നോക്കേണ്ടത് 4 കാര്യങ്ങളാണ്. 1. ഈ ആർക്കും എന്നെ വേണ്ട എന്നുള്ളത് എന്റെ ചിന്തയാണോ അതോ റിയാലിറ്റി ആണോ? 2. ശരിക്കും ആർക്കും എന്നെ വേണ്ട എന്ന് കാണിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? അത് തെറ്റാണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടോ? 3. ഈ ചിന്തിക്കുന്നത് ലോജിക്കലാണോ അതോ ഇല്ലോജിക്കലാണോ? 4. ആർക്കും എന്നെ വേണ്ട എന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്നെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതോ ഇതെന്നെ ബുദ്ധിമുട്ടിക്കാണോ ചെയ്യുന്നത്? എനിക്ക് കുറച്ചും കൂടെ ഹാർംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആണോ തരുന്നത്? ഈ 4 ചോദ്യങ്ങൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ ചോദ്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്റെ പേര് രവി. ഞാൻ ജനസിസ് ക്ലിനിക്കൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും റീസ്ട്രക്ചർ ചെയ്യാനും ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് വേണമെങ്കിൽ വെൽക്കം ടു ജനസിസ് ക്ലിനിക്.